പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അച്ഛൻ കാര്യങ്ങളെല്ലാം പറഞ്ഞതിനെ തുടർന്ന് ഇഷ ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ്. ഇതോടെ കാര്യങ്ങളെല്ലാം എനിക്ക് നേരിട്ട് ചോദിച്ചു മനസ്സിലാക്കണം എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് വരുന്ന ഈശ ഉടൻ തന്നെ അഭിഷേകിനെ കാണണം എന്നുള്ള തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നു. അവനെ കണ്ട് എനിക്ക് നേരിട്ട് സത്യങ്ങൾ ചോദിച്ചു മനസ്സിലാകണം. അവൻ എന്തിനാണ് എന്നോട് ഈ ചതി ചെയ്തത് എന്ന് എനിക്ക് അറിഞ്ഞേ മതിയാകൂ. അവനെ അങ്ങനെ വെറുതെ വിടാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്നുള്ള കാര്യം വ്യക്തമാക്കുന്ന ഇഷ ഇതേ തുടർന്ന് അഭിഷേകിനെ കാണുന്നതിനായി എത്തിയിരിക്കുകയാണ്. അപ്രതീക്ഷിതമായ ഇഷയുടെ കടന്നുവരവ് അഭിഷേകിനെ ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന്, ഓ ഇഷ, നീ വന്നല്ലോ. നിന്നോട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് എന്നുള്ള കാര്യം വ്യക്തമാക്കിയിരിക്കുകയാണ് അഭിഷേക്. ഇതോടെ വേണ്ട അഭിഷേക്, അഭിഷേകിന്റെ ചതിയെല്ലാം എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. പോലീസ് പറഞ്ഞതെല്ലാം ഞാനും അറിഞ്ഞു. എന്നോട് വേണ്ടായിരുന്നു അഭിഷേക് ഈ ചതി. ഞാൻ ഒരിക്കലും അഭിഷേകിൽ നിന്ന് ഇങ്ങനെയൊരു ചതി ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. ഇത് കേൾക്കുന്ന അഭിഷേക്, ഞാൻ യാതൊരു തെറ്റും ചെയ്തിട്ടില്ല. ഇഷ അത് മനസ്സിലാക്കണം. എൻ്റെ മനസ്സിൽ ഇഷ മാത്രമാണ് ഉള്ളത്. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും ഇഷയുടെ കൂടെ നിന്നിട്ടുള്ളത്. ഇഷയ്ക്ക് അറിയാമല്ലോ എൻ്റെ സ്നേഹം. ഇഷ എന്നിട്ടും എന്നെ അവിശ്വസിക്കുകയാണോ? എനിക്ക് സത്യങ്ങൾ അറിയണം ഇഷ. ഇഷയുടെ മനസ്സിൽ എന്താണ്? ഇത് കേൾക്കുന്ന ഇഷ, അഭിഷേക് മതി, നിന്റെ നാടകം മതി. എനിക്ക് ഇതെല്ലാം കണ്ട് മടുത്തു കഴിഞ്ഞു. നീ എന്തൊക്കെയാണ് ഒളിപ്പിക്കുന്നത്? നിന്റെ വിവാഹം കഴിഞ്ഞു എന്നുള്ള കാര്യമെല്ലാം ഞാൻ അറിഞ്ഞിരിക്കുകയാണ്. ഇനിയും നീ ഇങ്ങനെ പൊട്ടം കളിച്ച് നടക്കേണ്ട ആവശ്യമില്ല. പോലീസ് പറഞ്ഞതനുസരിച്ച് നോക്കുകയാണ് എങ്കിൽ നീ വലിയൊരു ഫ്രോഡാണ്. എന്നെ സ്നേഹം കാണിച്ച് വഞ്ചിച്ചവൻ. അങ്ങനെയുള്ള നിന്നെ ഞാൻ ജീവിതത്തിൽ ഒരിക്കലും വിശ്വസിക്കുകയില്ല. നിന്നെപ്പോലെ ഒരു ദുഷ്ടനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ട് പോലുമില്ല. ഇങ്ങനെയൊക്കെ ചെയ്യുന്ന നിന്നെ ഇനി എനിക്ക് സ്നേഹിക്കാൻ സാധിക്കുകയുമില്ല എന്നുള്ള കാര്യം വ്യക്തമാക്കുന്ന ഇഷ, നിന്നെ ഞാൻ സ്നേഹിച്ചത് സത്യമായിരുന്നു. എൻ്റെ മനസ്സ് തുറന്നു തന്നെ ഞാൻ നിന്നെ സ്നേഹിച്ചു. നമ്മൾ തമ്മിലുള്ള ഡിഫറൻസ് പോലും ഓർക്കാതെയാണ് ഞാനത് ചെയ്തത്. പണ്ട് എൻ്റെ അച്ഛൻ ഈ സ്നേഹബന്ധത്തെ എതിർത്തപ്പോഴും അതെല്ലാം തെറ്റാണ് എന്ന് പറഞ്ഞപ്പോഴും അച്ഛനെ എതിർത്തുകൊണ്ടാണ് ഞാൻ നിന്റെ കൂടെ നിന്നത്. പക്ഷേ അതിനുള്ളതെല്ലാം നീ എനിക്ക് ഇപ്പോൾ തന്നു കഴിഞ്ഞു. ഞാനാകെ തോറ്റുപോയിരിക്കുകയാണ്. ഇല്ല ഈശ, ഇതെല്ലാം വെറും തെറ്റിദ്ധാരണയാണ്. ഞാൻ ഒരിക്കലും നിന്നെ ചതിച്ചിട്ടില്ല. ഞാൻ എപ്പോഴും നിന്നോട് സത്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. മതിയടാ, ഇനി എനിക്ക് ഒന്നും തന്നെ കേൾക്കണ്ട. ഇപ്പോൾ എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങളാണ് ചോദിക്കാനുള്ളത്. എന്തിനായിരുന്നു ഈ ചതി? എന്നോട് തന്നെ ഇങ്ങനെയൊരു ചതി വേണമായിരുന്നു? ആ പോട്ടെ, എന്തായാലും നീ എന്നെ ചതിച്ചു. പക്ഷേ എനിക്ക് കുറച്ച് കാര്യങ്ങൾ ഇനിയും അറിയാനുണ്ട്. എന്താ ഇഷ നീ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന് അഭിഷേക് പറഞ്ഞതിനെ തുടർന്ന്, അഭി, നീ എന്താണ് ദേവബാലയോട് കാണിച്ചത്? എന്നെ വിവാഹം കഴിക്കുകയും എൻ്റെ അച്ഛൻ്റെ സ്വത്തുക്കളും സ്വന്തമാക്കുകയും ചെയ്യണം എന്നുള്ള ആഗ്രഹം നിന്റെ മനസ്സിലുണ്ട്. ആ കാര്യം എനിക്കും അറിയാം. അതിനുവേണ്ടി നീ അവളെ കൊന്നോ? ഈ വിവാഹം നടക്കുന്നതിന് വേണ്ടി നിന്റെ ആദ്യ ഭാര്യയെ നീ എന്താണ് ചെയ്തത്? ദേവബാല എന്ന പെൺകുട്ടിയോട് നീ ആ ക്രൂരത കാണിച്ചോ? നിനക്കതിന് സാധിക്കുമോ? ഇത് കേൾക്കുന്ന അഭിഷേകാകെ തകർന്നു പോവുകയും, ഇഷ, കാര്യങ്ങൾ അങ്ങനെയൊന്നുമല്ല. നീ എന്തുകൊണ്ടാണ് കാര്യങ്ങൾ മനസ്സിലാക്കാൻ തയ്യാറാകാത്തത്? ഞാൻ എന്ത് മനസ്സിലാക്കിയില്ല എന്നാണ് അഭിഷേക് പറയുന്നത്. നീ അവളുടെ കഴുത്തിൽ താലി കെട്ടിയോ? അത് താലി ഞാൻ കെട്ടേണ്ട അവസ്ഥ വന്നതുകൊണ്ടാണ് എനിക്ക് അങ്ങനെ ചെയ്യേണ്ടി വന്നത്. ഓ, അപ്പോൾ നീ അവളെ കല്യാണം കഴിച്ചു എന്നുള്ള കാര്യം സത്യം തന്നെയാണ്. അതിനെ മറച്ചു വെക്കേണ്ട ആവശ്യം ഒന്നും തന്നെയില്ല.
പോലീസിന്റെ കയ്യിൽ വരെ അതിനുള്ള തെളിവുകൾ ഉണ്ട് എന്നും വ്യക്തമാക്കുന്ന ഇഷ ഇനി കൂടുതൽ എന്താണ് പറയാനുള്ളത് എന്ന് ചോദിക്കുന്നു. ഇതോടെ ആകെ തകർന്നു പോവുകയാണ് അഭിഷേക്. ഇതേ തുടർന്ന് അഭിഷേകിനോട് അന്ന് ട്രിപ്പിന് വന്നപ്പോൾ നിന്റെ ഫോണിലേക്ക് കോളുകൾ വന്നതും അതിനുശേഷം നിന്റെ ഭാവമാറ്റവുമെല്ലാം ഞാനും കണ്ടതാണ്. അപ്പോഴേ എനിക്ക് ഒരു സംശയം തോന്നിയിരുന്നു. പക്ഷേ ഞാനത് തുറന്നു പറഞ്ഞില്ല. അത് എൻ്റെ തെറ്റാണ്. പക്ഷേ എനിക്ക് അന്നേ ഒരു സംശയം നിന്നിലുണ്ടായിരുന്നു. ഇപ്പോൾ അത് പൂർണ്ണമായിരിക്കുന്നു. നീ ഇങ്ങനെ എന്നെ ചതിക്കുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. പക്ഷേ ആ പെൺകുട്ടിയെ കൊല്ലാൻ പാടില്ലായിരുന്നു അഭിഷേക് എന്ന് പറയുന്ന ഇഷ ഇനിയും നിന്നെ എനിക്ക് കാണേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് പോകാൻ ഒരുങ്ങുകയാണ്. ഇതോടെ ഇഷയുടെ കയ്യിൽ പിടിക്കുന്ന അഭിഷേക് എന്നെ വിശ്വസിക്കണം. എൻ്റെ ജീവിതത്തിൽ ഒരു പെൺകുട്ടി മാത്രമേ ഉള്ളൂ. അതെൻ്റെ ഇഷയാണ്. മറ്റൊരു പെൺകുട്ടിയെ ഞാൻ ഇതുവരെ സ്നേഹിച്ചിട്ട് പോലുമില്ല. മാത്രവുമല്ല ഇഷയറിയാത്ത ഒരുപാട് കാര്യങ്ങൾ ഇതിനിടയിൽ നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യം ഇഷ മനസ്സിലാക്കണം. ഒരിക്കലും ഇഷയെ വേദനിപ്പിക്കണമെന്ന് ഞാൻ കരുതിയിട്ടില്ല. ദേവബാല എൻ്റെ ഭാര്യയല്ല എന്നും അത് നീ മനസ്സിലാക്കണം എന്നുമാണ് ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നത്. ഇത് കേൾക്കുന്ന ഇഷ മതി അഭിഷേക്, ഇനിയും എന്നെ ഇങ്ങനെ പൊട്ടത്തിയാക്കാനുള്ള ശ്രമം ഉപേക്ഷിക്കുന്നതാണ് നല്ലത്. എല്ലാ കാര്യവും എനിക്ക് ഇപ്പോൾ മനസ്സിലായി കഴിഞ്ഞു. ഇനി ഞാൻ അഭിഷേകിനെ ഒരിക്കലും വിശ്വസിക്കുന്നതിനായി തയ്യാറാവുകയില്ല. അഭിഷേക്, എൻ്റെ കൈ വിടുക. അതാണ് നിനക്ക് നല്ലത്. ഇല്ലെങ്കിൽ നടക്കാൻ പോകുന്നത് നിനക്ക് നല്ലതായിരിക്കുകയില്ല എന്നുള്ള ഭീഷണി ഈശ മുഴക്കുകയും ചെയ്തത് അഭിഷേകിനെ ഞെട്ടിച്ചു കളയുന്നു. ഇതോടെ അവിടെ നിന്ന് ഇഷ കരഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോയിരിക്കുകയാണ്. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.